الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين سيدنا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد، رب يسر ولا تعسر وتمم بالخير وبك نستعين. وبالسند المتصل منا إلى الإمام الحافظ الحجاج أمير المؤمنين في الحديث أبي عبد الله محمد بن إسماعيل بن إبراهيم بن المغيرة بن مصباح الجعفري البخاري رحمه الله تعالى ونفعنا بعلومه في الدارين آمين. قال: باب قول الله: ونضع الموازين القسط ليوم القيامة وأن أعمال بني آدم وقولهم توزن. فقال مجاهد: القسطاس العدل بالربوبية، ويقال القسط مصدر المقسط وهو العادل، وأما القاسط فهو الجائر. حدثنا أحمد بن إسحاق قال حدثنا محمد بن فضيل عن عمارة بن القعقاع عن أبي زرعة عن أبي هريرة رضي الله عنه قال: قال النبي صلى الله عليه وسلم: كلمتان حبيبتان إلى الرحمن خفيفتان على اللسان ثقيلتان بالميزان سبحان الله وبحمده سبحان الله العظيم. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിന്റെ തുടക്കം അല്ലാഹുവുമായിട്ട് അല്ലാഹുവിന്റെ അടിമകൾക്കുണ്ടാകുന്ന ബന്ധത്തെ സൂചിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ബന്ധം വഹീ മുഖേനയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വഹീനെ സംബന്ധിച്ചാണ് ആദ്യം അദ്ദേഹം പറയുന്നത്. എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം ഈമാനാണ്. ഈമാൻ ഇല്ലാതെ ഏത് നന്മകളും ആർക്കും ഉപയോഗപ്പെടുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ചില ആളുകൾ ചോദിച്ചു: ഞങ്ങൾ ഇസ്ലാം ആകുന്നതിന് മുമ്പ് ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മുസ്ലിമായാൽ ഇതിൻ്റെ എല്ലാം അവസ്ഥ എന്തായിരിക്കും? ഞങ്ങൾ ചെയ്ത നന്മകൾ ഞങ്ങൾക്ക് ഉപകാരപ്പെടുമോ? എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകൾ ഞങ്ങൾക്ക് ദൂഷ്യമായിട്ട് ഭവിക്കുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: നിങ്ങൾ ചെയ്ത തിന്മകളെല്ലാം ഇസ്ലാമാകുന്നതോടുകൂടി നിങ്ങൾക്ക് മാപ്പാക്കപ്പെടും, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അതുപോലെ നിങ്ങൾ ഇസ്ലാമാകുമ്പോൾ മുസ്ലിം ആകുന്നതിന്റെ പേരിൽ മുസ്ലിമായി കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് ചെയ്ത നന്മകളെല്ലാം നിങ്ങൾക്കുണ്ടാവും. ആ മുഴുവൻ നന്മകളോട് കൂടെയാണ് നിങ്ങൾ മുസ്ലിം ആകുന്നത്, ഒന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നതാണ്. എന്നാൽ എത്ര വലിയ നന്മകൾ ഉപകാരം ചെയ്തവരാണ്, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തവരാണെങ്കിലും ഈമാൻ ഇല്ലാതെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ വന്നാൽ ജീവിതകാലത്ത് ചെയ്ത മുഴുവൻ നന്മകളും പ്രയോജനരഹിതമായി. നമുക്ക് സാധാരണ നമ്മൾ കാണാറുണ്ട്, ഈമാൻ ഇല്ലാത്ത മുഅ്മിനീങ്ങളല്ലാത്ത പല ആളുകളെയും, ഇതര മതസ്ഥരായ പല ആളുകളെയും ഒരുപാട് നന്മകൾ ചെയ്യുന്നവർ, വലിയ ഉപകാരികൾ, വളരെ നല്ല സ്വഭാവമുള്ള ആളുകൾ, ആളുകളോട് നല്ല നിലയിൽ ഇടപെടുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നവർ. നമുക്ക് തന്നെ തോന്നിപ്പോകും, പടച്ചവനെ അവർക്ക് ഹിദായത്ത് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ആളുകൾക്ക് എത്ര പ്രയോജനപ്പെടുമായിരുന്നു, ഇദ്ദേഹത്തിനും അത് ഉപകാരപ്പെട്ടനല്ലോ, ഇത്രയും നന്മകൾ ചെയ്തിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്ന് സങ്കടം ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാറുള്ളവരെ കാണുമ്പോൾ. അത്ര
കൂടുതൽ നന്മ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഈമാൻ ഇല്ലാത്ത ഒറ്റ കാരണത്തിന്റെ പേരിൽ നിന്നും അവർക്ക് പ്രയോജനമില്ലാതെയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ സംബന്ധിച്ച് ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അല്ലാഹു ഉപമ പറയുന്നു. ഒരു സ്ഥലത്തെ കുറച്ച് ഒരു തുറന്ന സ്ഥലത്ത് മൈതാനത്ത് കുറച്ച് ചാമ്പൽ കൂട്ടിയിട്ടിരിക്കും. എന്നിട്ട് തെളിഞ്ഞ സ്ഥലത്ത് ശക്തമായ ഒരു കാറ്റ് വന്നു. കാറ്റ് വരുമ്പോൾ ഈ ചാമ്പൽ മുഴുവനും അവിടെ നിന്ന് നാനാഭാഗത്തേക്കും പറന്നു. അവസാനം ആ ചാരം അവിടെ ഇട്ടതിന്റെ അടയാളം പോലും കാണുകയില്ല. ഇതേപോലെയാണ് വിശ്വാസമില്ലാത്തവർ, മുഅ്മിനീങ്ങളല്ലാത്തവർ ചെയ്തു കൂട്ടുന്ന നന്മകൾ നിഷ്ഫലമാണ്, ഒരു പ്രയോജനവും ഇല്ലാതെയായി. വല്ലദീന കഫറു അഅമാലുഹും കറമാദിൻ ഇസ്തദ്ദത് ബിഹി റീഹു ഫീ യൗമിൻ ആസിഫ് ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു. ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. എന്നാൽ ചില ആളുകൾ ഇതൊക്കെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കും. നമ്മുടെ ഇടയിലും അങ്ങനത്തെ ചില ആളുകളുണ്ട്. ഈമാനില്ലാത്ത ആളുകൾ ചെയ്യുന്ന നന്മകളൊക്കെ അവർക്ക് ആഖിറത്തിൽ പ്രയോജനപ്പെടും, അവരും സ്വർഗത്തിൽ പോകുമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഇതിന്റെ അങ്ങേയറ്റമാണ് പറയുന്നത്. ചിലപ്പോൾ അവർ ഈമാനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമായി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഖുർആനിൽ. നിഷേധികളായ ആളുകൾ, ഈമാനില്ലാത്തവർ, കാഫിറുകൾ ചെയ്യുന്ന പ്രവർത്തനം, അവരുടെ അമലുകൾ, അവര് വിചാരിക്കും ഇത് വലിയ പ്രയോജനമുണ്ട്, നമുക്ക് ഉപകാരപ്പെടും എന്ന്. വേറെയും പലരും വിചാരിക്കും അവർക്ക് ഉപകാരപ്പെടുമെന്ന്. മരുഭൂമിയിൽ കൂടി നടക്കുന്ന ആളുകൾ ദൂരെ കാണുമ്പോൾ വെള്ളമാണെന്ന് വിചാരിച്ച് അവർ അവിടെ ചെന്നാൽ വെള്ളം കിട്ടുമെന്ന് ഉദ്ദേശിച്ച് അങ്ങോട്ട് ലക്ഷ്യം വെച്ച് പോകുന്ന മരീചിക പോലെയാണ് ഇവരുടെ അമലുകൾ. പ്രയോജനമുണ്ടാകുമെന്ന് ആര് പ്രതീക്ഷിച്ചാലും, ആര് പറഞ്ഞാലും, ആര് വാദിച്ചാലും അത് ഉപയോഗമില്ല. വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു ളംആനു മാഅ ഹത്താ ഇദാ ജാഅഹു ലം യജിദ് ശൈഅൻ വവജദ അല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബ. വെള്ളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് മരുഭൂമിയിൽ മരീചിക കാണുമ്പോൾ. പക്ഷെ ഒന്നും കിട്ടുകയില്ല. അവിടെ പോകുമ്പോൾ ഒന്നും കാണില്ല. കിട്ടുകയില്ല എന്നല്ല, ആ വസ്തുവെ അവിടെ കാണുകയില്ല എന്ന് പ്രതീക്ഷിച്ചത്. ഇതുപോലെയാണ് അവരുകൾ. ഈമാൻ അടിസ്ഥാനപരമായ നിലയിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പാരത്രിക ലോകത്ത് പ്രയോജനപ്പെടുന്നതിന് ആവശ്യമായ കാര്യമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്, അനുഗ്രഹമുള്ളവനാണ്. ആര് ചെയ്യുന്ന നന്മയെയും അവൻ നഷ്ടപ്പെടുത്തി കളയാൻ അല്ലാഹുവിന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകൾ ചെയ്യുന്ന വലിയ വലിയ നന്മകൾക്ക് പകരം അല്ലാഹു തആല അവർക്ക് ഈ ഭൗതിക ലോകത്ത് തന്നെ അതിന്റെ പകരം കൊടുത്ത് അല്ലാഹു തആല തീർത്തുകളയും. ഭൗതിക ലോകത്ത് തന്നെ അതിന് പകരം അല്ലാഹു തആല കൊടുക്കും. നല്ല ഉദ്ദേശത്തോടു കൂടി നന്മകൾ ചെയ്യുന്ന ആളുകൾ ആഖിറത്തിലേക്കൊന്നും ബാക്കി വയ്ക്കുകയില്ല. കാരണം അല്ലാഹുവിനും ആഖിറത്തിലും വിശ്വാസമില്ലാത്തവർക്ക് ആഖിറത്തിൽ ഒരു പ്രയോജനവുമില്ല. കിട്ടുമെന്ന് അവർക്ക് പ്രതീക്ഷയില്ലല്ലോ, പിന്നെ എന്തിനാ അവർക്ക് വെച്ചേക്കുന്നത്? അതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് അതൊന്നും ബാക്കി വെക്കുകയില്ല. ചെയ്ത നന്മകളുടെ പകരം അല്ലാഹു ദുനിയാവിൽ കൊടുത്തത്. ഇപ്പൊ ഈമാൻ അടിസ്ഥാനപരമായ നിലയിൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഈമാൻ അല്ലാഹുവിലും അല്ലാഹു വെച്ചിരിക്കുന്ന മറ്റ് കാര്യങ്ങളിലും, മലായികത്തുകൾ, മുർസലീങ്ങൾ, കിതാബുകൾ, ഖിയാമത്ത് നാൾ, ലോകാവസാനം, പിന്നെ ബഅസ് ബഅദൽ മൗത്ത്, നന്മയും തിന്മയും എല്ലാം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഈ കാര്യങ്ങളിൽ വിശ്വസിക്കുക. ഇതാണ് അടിസ്ഥാനപരമായ ഈമാൻ. ഈ ഈമാനാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ അടിസ്ഥാനപരമായ കാര്യം. ഈ ഈമാൻ അല്ലാഹുവിൽ നിന്ന് അവന്റെ കൽപ്പന അനുസരിച്ച് വരണം. അത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായി നമുക്ക് കിട്ടണം. അല്ലാഹുവിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായി നമുക്ക് കിട്ടിയ ഈമാൻ ഏതെല്ലാം കാര്യങ്ങളാണോ അത് മുഴുവനും അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നവരാകണം. അതുപോലെ തങ്ങൾ കൊണ്ടുവരാത്ത ഒരു കാര്യവും നമ്മളുടെ വിശ്വാസത്തിൽ കടത്തിക്കൂട്ടുകയും ചെയ്യരുത്. അപ്പോഴാണ് ഈമാൻ ആവുക. التصديق بجميع ما جاء به النبي صلى الله عليه وسلم. صلى الله عليه وسلم അല്ലാഹുവിൽ നിന്നും കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളെയും
ഒരു നിഷേധവും സംശയവും ഇല്ലാതെ അങ്ങനെ തന്നെ പൂർണ്ണമായ നിലയിൽ വിശ്വസിക്കും. നമ്മൾ ധാരാളം മോഹിനികളുണ്ട്. നമ്മളെ തന്നെ നമ്മൾ സ്വയം പരീക്ഷിക്കേണ്ട, ഒന്ന് പരിശോധിക്കേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണം അല്ലാഹുവിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുള്ള, നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും സംശയമില്ലാതെ കളഞ്ഞ ഹൃദയത്തോടെ നിഷ്കളങ്കമായ നിലയിൽ ഒരു തരത്തിലുള്ള തിരിഞ്ഞു നോട്ടവും ഇല്ലാതെ നമ്മൾ വിശ്വസിക്കുന്നവരാണോ, അതോ നമുക്ക് ആ കാര്യങ്ങളിൽ പലതിലും സംശയമുണ്ടോ? അങ്ങനെയാണോ, ഇങ്ങനെയാണോ, അങ്ങനെ ആകുമോ, അങ്ങനെ തന്നെ വേണോ? ഇതൊക്കെയാണ് ഇന്ന് ചർച്ചാ വിഷയം. ഇങ്ങനെയെല്ലാമുള്ള ഈമാനിനെ കുറിച്ച് യഥാർത്ഥ ഈമാൻ എന്ന് പറയുകയില്ല. ഈമാൻ എന്ന് പറയണമെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളെയും ഒരു സംശയവും നിഷേധവും ഇല്ലാതെ അങ്ങനെ തന്നെ വിശ്വസിക്കും. മനസ്സിൽ വിശ്വാസമുണ്ട്, ബാഹ്യമായ നിലയിൽ നമ്മൾ അതിനെ വെറുക്കുന്നത് പോലെ, എതിർക്കുന്നത് പോലെയുള്ള പ്രകടനങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാകുന്നു. അതും ഈമാനിന് പറ്റിയതല്ല. അതുകൊണ്ടാകാൻ പാടില്ല. വിശ്വസിക്കുന്നു, പക്ഷെ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ നമ്മൾ സംശയിക്കുന്നു. അത് നമ്മൾ മറ്റെന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ തടസ്സങ്ങൾ കൊണ്ട് നമ്മൾ സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് ഈമാനല്ല. അബൂ താലിബ് എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചവരാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യം മുഴുവനും സത്യമാണെന്ന് നല്ല ഉറപ്പുള്ള ആളാണ്. അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്ത ആളാണ്. അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങൾക്ക് എല്ലാ നിലയിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് തങ്ങളോടൊപ്പം നിന്ന ആളാണ്. പക്ഷെ സമ്മതിക്കാൻ തയ്യാറായില്ല, ഏറ്റു പറഞ്ഞില്ല. ആ ഒറ്റ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടാൻ നേരത്തെ അവസാന സമയത്ത് തലക്കഭാഗത്തിൽ നിന്ന് പറഞ്ഞു പ്രാവശ്യം ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കേൾക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി നിന്നോളാം. ഖലിമതൻ തുഹാജിഹ ഇൻദ റബ്ബി, ഒന്ന് പറയും. മുത്തമാരുടെ വളരെ കേട് തങ്ങൾ പറഞ്ഞു. അവസാനം പറഞ്ഞു, മോനെ, ഞാനത് പറയാൻ എനിക്ക് മടിയുണ്ടായിട്ടല്ല, നീ പറയുന്നതും നീ കൊണ്ടുവന്ന ദീനുമെല്ലാം പൂർണ്ണമായും സത്യമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞിട്ട് പോയാൽ ഈ ആളുകൾ മുഴുവനും പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞു പരത്തും. ഞാൻ മരിക്കാൻ നേരത്ത് പിതാവിന്റെ മതം ഉപേക്ഷിച്ചു പോയവനാണ് എന്ന് എന്നെ കുറിച്ച് പറയും. അതിന് ആക്ഷേപമാണ്. ആ ആക്ഷേപം സഹിക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ പറഞ്ഞത് പോലെ, പക്ഷേ ഈ ആക്ഷേപം എനിക്ക് ശേഷിക്കും. അതെനിക്ക് ബാക്കിയാക്കിയിട്ട് പോകാനായില്ല. ഉറപ്പുണ്ട്, മനസ്സിൽ നല്ല ഉറപ്പുണ്ട്, പക്ഷെ പറയാൻ തയ്യാറില്ലായിരുന്നു. ഇതും അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞില്ല. അല്ലാഹു തആല വ്യക്തമായിട്ട് പറഞ്ഞു, നരകവാസിയാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു, എന്റെ മുത്താബയാണ്, എന്നെ സഹായിച്ച ആളാണ്, ഞാൻ ദീൻ പ്രചരിപ്പിക്കുന്നതിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന ആളാണ്, എന്റെ കൂട്ടത്തിൽ നിന്ന ആളാണ്. പക്ഷെ നരകത്തിലാണ്. അല്ലാഹു തആല പറഞ്ഞു, മുശ്രിക്കായി മരണപ്പെട്ട ഒരാൾക്ക് പിന്നെ അല്ലാഹുവിന്റെ അടുക്കൽ പൊറുക്കൽ തേടാൻ ആർക്കും അവകാശമില്ല. ഒരു നബിക്ക് പോലും അവകാശമില്ല. അത് എത്ര അടുത്ത ബന്ധുവാണെങ്കിലും ശരി. നരകവാസിയാണെന്ന് വ്യക്തമായി പോയി. നമ്മളൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും ഒക്കെ നമ്മളുമായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളുള്ള ആളുകളൊക്കെ മരണപ്പെട്ട വിശ്വാസികളാണെങ്കിലും പോയിരുന്നവർക്ക് പൊറുക്കൽ തേടുക, ഖുർആൻ ചെയ്യുക, ഖുർആൻ ഓതുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതെല്ലാം ഖുർആൻ അങ്ങനെയൊന്നും എന്തിനും ഏതിനും ഉപയോഗിക്കാവുന്ന ഒരു സാധനമൊന്നുമല്ല ഖുർആൻ. ഖുർആനിനെ കുറിച്ച് നേരത്തെ ജമാൽ ഉസ്താദ് പ്രസംഗിച്ചത് നിങ്ങൾ കേട്ട് കാണുക. ഖുർആൻ എത്ര മഹത്വമുള്ളതാണ്, എന്താണ് ഖുർആനിന്റെ സ്ഥാനം എന്താണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നത് മാത്രമേ ഉള്ളൂ, മുഅ്മിനാവുകയുള്ളൂ. ഈ ഈമാൻ നമുക്ക് കിട്ടണമെങ്കിൽ അല്ലാഹുവിൽ നിന്ന് കിട്ടണം. അതിനാണ് അല്ലാഹുവുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിന്റെ ആരംഭത്തിൽ തന്നെ വഹിയിന്റെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു. വഹി മുഖേനയാണ് മനുഷ്യർക്ക് അല്ലാഹുവുമായി, ഉടമസ്ഥനുമായി
ബന്ധമുണ്ടാവുക, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ കിട്ടുക. കൈഫ കാന ബദഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖൗലുല്ലാഹി അസ്സ വജൽ ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യിന മിൻ ബഅദി. ആദ്യം വഹിയെ കുറിച്ച് പറഞ്ഞു. വഹി മുഖേന ആ ബന്ധം സമർത്ഥിച്ചിട്ട് പിന്നെ കിതാബുൽ ഈമാനിനെ കുറിച്ച് പറഞ്ഞു. മനുഷ്യൻ ആരംഭത്തിൽ ആദ്യം ആവശ്യം ഈമാനാണ്. അത് കഴിഞ്ഞാണ് ബാക്കി അമാലുകൾ മുഴുവനും എല്ലാ കാര്യങ്ങളും വരുന്നത്. അവസാനം വരെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ആ വിഷയങ്ങളെ കുറിച്ച് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ക്രമമായി അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ വിവരിച്ചു. സഹീഹായ, എല്ലാവരും അംഗീകരിക്കപ്പെട്ട, ആർക്കും ഒരു സംശയവും ഇല്ലാത്ത നിലയിൽ സ്ഥിരപ്പെട്ട ഹദീസുകൾ മുഖേന മനുഷ്യ ജീവിതത്തിൽ ബന്ധപ്പെടേണ്ടി വരുന്ന എല്ലാ മേഖലകളിലും ഉണ്ടാകാവുന്ന മുഴുവൻ പ്രശ്നങ്ങളും എന്തെല്ലാമാണോ അതിന്റെ ശരിയായ പരിഹാരം, എന്തെല്ലാമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത്, ആ മുഴുവൻ കാര്യങ്ങളെയും സ്ഥിരപ്പെടുത്തി ഹദീസുകൾ മുഖേന സഹീഹായ, അംഗീകാരമുള്ള, എല്ലാവരും സമ്മതിക്കുന്ന, എക്കാലത്തും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന, ഇന്നോളം ആരും എതിർത്തിട്ടില്ലാത്ത, അഥവാ ആരെങ്കിലും അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വ്യക്തമായ നിലയിൽ തിരുത്തപ്പെടുകയും ആ എതിർപ്പുകളെല്ലാം ഇല്ലാതാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഹദീസുകൾ മുഖേന ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും സ്ഥിരപ്പെടുത്തി അവസാന മനുഷ്യന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ അവസാനത്തിൽ എന്താണ് ആവശ്യമുള്ളത്? അത് തൗഹീദാണ്, ഈമാൻ. ശരിയായ ഈമാൻ. ശരിയായ ഈമാൻ എന്ന് പറഞ്ഞാൽ തൗഹീദ്, അല്ലാഹുവിന്റെ ഏകത്വത്തെ പൂർണ്ണമായ നിലയിൽ സമ്മതിക്കുക. അവിടെ തൗഹീദിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. അവസാന സമയത്ത് തൗഹീദിന്റെ കലിമയാണ് മനുഷ്യൻ സമ്മതിക്കേണ്ടത്. റിസാലത്തിന്റെ സമ്മതം പോലും ആ സമയത്ത് പറയേണ്ടതില്ല. മരിക്കാൻ പോകുന്ന ആളുകൾക്ക് കലിമ പറഞ്ഞു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. മുഹമ്മദ് റസൂലുള്ളാഹി കൂടി പറഞ്ഞോളണമെന്നില്ല, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവുമില്ല. കാരണം അവസാന സമയത്ത് പിന്നെ ആവശ്യം തൗഹീദാണ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അതുകൊണ്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിന്റെ അവസാനത്തെ അധ്യായത്തിന് പേര് വെച്ചു കിതാബുൽ തൗഹീദ്. ആരംഭത്തിൽ കിതാബുൽ ഈമാൻ എന്ന് പറഞ്ഞു. കാരണം എല്ലാ കാര്യങ്ങളിലുമുള്ള ഈമാൻ അത്യാവശ്യമാണ്. മരണസമയത്ത് മനുഷ്യൻ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. മുഅ്മിനായി തന്നെ മരണപ്പെടും. അതാ പറയേണ്ടത്. വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അവന്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ട്. എല്ലാത്തിനെ കുറിച്ചും അവൻ വിശ്വസിച്ച് ജീവിച്ചവനാണ് ഇത്രയും കാലവും. അങ്ങനത്തെവനാ മരണപ്പെടാൻ പോകുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. ഈമാനുള്ളവൻ, അല്ലാഹുവിനെ വിശ്വസിച്ചവൻ, അവൻ അതിൽ തന്നെ ഉറച്ചു നിന്ന് ജീവിച്ചവനാണ്. അവസാന സമയം വരെ അവന്റെ മനസ്സിൽ ഈമാനുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന സമയത്ത് എന്ത് പറഞ്ഞാൽ മതി? തൗഹീദ്. അതുകൊണ്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കിതാബിന്റെ അവസാനത്തെ അധ്യായത്തിന് പേര് തന്നെ വെച്ചു കിതാബുൽ തൗഹീദ്. എന്നിട്ട് അദ്ദേഹം ആ ബാബിൽ ഒരുപാട് കാര്യങ്ങളെ പലതരത്തിൽ നിഷേധിക്കുന്നവരും സംശയം പറയുന്നവരും പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുന്നവരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഉടലെടുത്തിട്ടുണ്ട്. ഈ ലോകത്ത് വിശ്വാസപരമായ കാര്യങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന സംഘങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അങ്ങനത്തെ മുഴുവൻ സംഘങ്ങൾക്കും അവരുടെ വാദങ്ങൾ എന്താണ്, ആ വാദങ്ങൾക്ക് എന്താണ് പരിഹാരം, അതിൽ എന്താണ് യാഥാർത്ഥ്യമായ ഈമാനിന്റെ തൗഹീദിന്റെ കാര്യമെന്ന് സ്ഥിരപ്പെടുത്തിക്കൊണ്ടേ വരികയായിരുന്നു. അവസാന മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ ഉണ്ടാകുന്നത് മീസാനിൽ മനുഷ്യന്റെ അമലുകളെ തൂക്കലാണ്. അവിടെ കൊണ്ട് തീർന്നു മഹ്ശറയുടെ എല്ലാ കാര്യങ്ങളും. പിന്നെ തൂക്കത്തിന്റെ അനുസരിച്ച് സ്വർഗത്തിലേക്ക് പോകും, ഇല്ലെങ്കിൽ നരകത്തിൽ വീഴും. നരകത്തിന്റെ മുകളിൽ സിറാത്ത് പാലം ഇട്ടതിന് ശേഷമാണ് മീസാനിൽ തൂക്കപ്പെടുക. തൂക്കത്തിന്റെ അളവനുസരിച്ച് ആളുകൾ സ്വർഗത്തിലേക്ക് കടന്നു പോകും. മീസാനിൽ സിറാത്തിൽ കൂടി വഴിയതാണ്. സിറാത്തിനെ അല്ലാഹു തആല അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പോകുന്ന ആളുകൾ, ചില ആളുകൾ വലിയ ഭാരം തൂങ്ങുന്നവർ കാണും. അവര് മിന്നൽ വേഗത്തിൽ കടന്നു പോകും.
പാലത്തിൽ ചവിട്ടേണ്ട ആവശ്യം പോലും അവർക്ക് വരികയില്ല. മീസാനിൽ നിന്ന് അവരുടെ തീരുമാനമായി കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ നിമിഷ നേരം കൊണ്ട് മിന്നൽ വന്നു പോകുന്നത് പോലെ അവർ സ്വർഗത്തിലെത്തി. അവർ പാലം ശരിക്കും കാണുക പോലുമില്ല. ചില ആളുകൾ വലിയ ശക്തമായ കാറ്റടിക്കുന്നതുമായി കാറ്റിന്റെ വേഗതയിൽ കടന്നു. ചില ആളുകൾ പിന്നെ അവരുടെ അമലുകളുടെ കൂടുതൽ കുറവിന്റെ വ്യത്യാസം അനുസരിച്ച്, ഏറ്റ വ്യത്യാസം അനുസരിച്ച് വേഗതയിൽ ഓടുന്ന കുതിരകളെ പോലെ, ഒട്ടകങ്ങളെ പോലെ, വേഗത്തിൽ ഓടുന്ന മനുഷ്യരെ പോലെ, നടക്കുന്നവരെ പോലെയൊക്കെ പോകും. പിന്നെ കുറെ ആളുകൾ സിറാത്തിൽ കടന്നു പോകുന്നത് വേച്ച് വീണ് അവിടെ ഇവിടെയും എല്ലാം തട്ടി മുട്ടിയൊക്കെ താഴെ പോകാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. മീസാനിന്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഇരുമ്പിന്റെ കൊളുത്തുകൾ കാണും. ആ കൊളുത്തുകൾ ഇവിടെ വന്ന് പിടികൂടും. വന്ന ആളുകളെ പിടികൂടുമ്പോൾ ചില ആളുകൾ ആ കൊളുത്തിനെ മുറിച്ച് അപ്പുറത്തേക്ക് എങ്ങനെയെങ്കിലും ബലം പ്രയോഗിച്ച് കടന്നു പോകുന്ന ആളുകൾ അപ്പുറത്ത് കിടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ അതിന്റെ മുറിവുകളും പരിക്കുകളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ പരിക്കുണ്ടാകും. കാരണം ഈ കൊളുത്തെല്ലാം വിരിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ വലിച്ച് പറിച്ചവർ അപ്പുറത്ത് കടന്നു പോകും. കാരണം അമലുകൾ അത്രയേ ഉള്ളൂ. പക്ഷെ നരകത്തിൽ പോകേണ്ടവരെല്ലാം സ്വർഗത്തിലേക്ക് പോകാൻ അനുവാദമുള്ളവരാണ്. അതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്ന ആളുകൾക്ക് പരിക്ക് കാണും. ചില ആളുകൾ ഈ പിടിക്കാൻ സാധിക്കുകയില്ല അവരുടെ അമലുകൾ കൊണ്ട്. അതുകൊണ്ട് അവരുടെ അമലുകളുടെ കുറവിന്റെ പേരിൽ, തിന്മകളുടെ ഭാരത്തിന്റെ പേരിൽ ഈ കൊളുത്തിൽ നിന്ന് പിടിച്ചു പോകാൻ സാധിക്കാതെ നരകത്തിലേക്ക് പോകും. അപ്പൊ ഈ മീസാനിലാണ് അമലുകൾ തൂക്കപ്പെടുക. അതാണ് അവസാനമായി അവരുടെ തീരുമാനം, അവരുടെ ദറജകൾ, അവരുടെ വേഗത എല്ലാം തീരുമാനിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ഒരു മീസാനെ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എവിടെ തൂക്കാൻ? ഞാൻ ആരെയെങ്കിലും ഉപദ്രവിച്ചു, ആരെയെങ്കിലും ആക്രമിച്ചു, ആരുടെയെങ്കിലും മുതൽ പിടിച്ചു പറിച്ചു, ആരുടെയെങ്കിലും അതിര് വെട്ടി, ആർക്കെങ്കിലും കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്ത ഇതൊക്കെ എവിടെ തൂക്കാൻ? ഞാൻ ആരെയെങ്കിലും ഇടിച്ചതെങ്ങനെ തൂക്കുമെന്ന് പറയുന്നത് ഇതൊക്കെ മീസാനിൽ തൂക്കുന്ന സാധനമാണോ? അതുപോലെ ഞാൻ എന്തെങ്കിലും പാപം ചെയ്തു, ആരെയെങ്കിലും ചീത്ത വിളിച്ചാൽ ഈ ചീത്തയൊക്കെ ഉരുട്ടി ഇങ്ങനെ വെച്ചേക്കാണോ എന്തെങ്കിലും സാധനം പോലെ വെച്ച് തൂക്കാൻ? 1 കിലോ 2 കിലോ 5 കിലോ എന്നൊക്കെ പറഞ്ഞ് തൂക്കാൻ വെച്ചേക്കാണോ? എല്ലാവർക്കും സംശയം. അതുകൊണ്ട് അവർ പറഞ്ഞു അങ്ങനെ തൂക്കലൊന്നുമില്ല, മീസാനൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിച്ചു. അവസാന ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിന്റെ അവസാനത്തിൽ അതിനും മറുപടി പറഞ്ഞു. എന്താ മറുപടി? ആദ്യമേ തന്നെ പറഞ്ഞു, അല്ലാഹു തആല വ്യക്തമായ നിലയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ തൂക്കുമെന്ന്. എല്ലാത്തിനും അല്ലാഹുവിന് കഴിവുണ്ടെങ്കിൽ പിന്നെ തൂക്കാൻ മാത്രം അല്ലാഹുവിന് കഴിവില്ലാതെയായി പോകുന്നതെന്ന്. ഖിയാമത്ത് നാളിൽ നാം ത്രാസ് വെച്ചിരിക്കുന്നത് കള്ളത്രാസ് അല്ല. കടകളിലും കമ്പോളങ്ങളിലും ഒക്കെ ആളുകൾ കള്ളത്രാസ് വെച്ച് സാധനങ്ങൾ കൂട്ടി കുറച്ചുമൊക്കെ തൂക്കി കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ പഴകിയിട്ട് കൃത്യമായ കണക്കൊന്നും കാണാതെ കൃത്യമായ തൂക്കം കാണിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു നിൽക്കുന്ന ത്രാസൊന്നുമല്ല. ഖിയാമത്ത് നാളിൽ ഞാൻ വെച്ചിരിക്കുന്നത് വളരെ കൃത്യമായ, വളരെ നീതിയായ ത്രാസാണ്. ഒരു തരത്തിലുള്ള കുറവും അതിൽ വരികയില്ല. കുറവിന്റെ ഒരു ലാഞ്ചന പോലും വരികയില്ല. 1 കിലോ തൂക്കിയാൽ ആ 1 കിലോ 1000 ഗ്രാം തന്നെ കാണും. 999 ആയി പോകുന്നില്ല, 9.5 ആവുകയില്ല, 9.25 ആവുകയില്ല, 1000 തികച്ച് കാണും, 1001 ആവുകയില്ല. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫലാ തുദ്ലമു നഫ്സുൻ ശൈഅ, ആർക്കും ഒന്നും കുറവ് വരുത്തുകയില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും അവിടെ തൂക്കും, ഒന്നും കളയുകയില്ല. ഒരു അണുവിന്റെ അളവ് ആരുടെയെങ്കിലും നന്മയോ തിന്മയോ ഉണ്ടെങ്കിൽ അതൊന്നും ഞാൻ കുറയ്ക്കുകയില്ല. ആരുടെ പേരിലും ഒരു തിന്മ കൂട്ടിവെക്കുകയില്ല. 1005 നന്മകളുണ്ടായിരുന്നു,
1004 നന്മകൾ ഉണ്ടായിരുന്നു. അവിടെ റൗണ്ട് ചെയ്ത് 4 5 ഒന്നും കുറയ്ക്കൂല, 1004 തന്നെയായിട്ട് കാണും. തിന്മ നോക്കിയപ്പോ 998 ഉണ്ടായിരുന്നുള്ളൂ. റൗണ്ട് ചെയ്ത് ഒരിക്കലും വാക്കുമൊന്നുമില്ല. കൃത്യമായ കണക്ക് രീതിയായിട്ട് ഒരു ചെറുതെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരും. തങ്ങൾ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ മീസാനിന്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവരപ്പെട്ടിട്ട് അയാൾ ചെയ്ത നന്മതിന്മകൾ എഴുതിയ പുസ്തകങ്ങൾ അയാളുടെ മുമ്പിൽ കാണിക്കപ്പെടും. അവന്റെ മുഴുവൻ സിജില് അങ്ങനെ നീണ്ടു കിടക്കും. ഫയലുകൾ, മുഴുവൻ ഫയലുകളും, എല്ലാ ഫയലുകളും കൊണ്ടുവന്ന് തൂക്കും. അയാളോട് പറയുന്നില്ല, കണക്കെടുക്കാൻ പോകുന്നു, തൂക്കാൻ പോകുന്നു, നീ അങ്ങോട്ട് ചെല്ല്, പോകാൻ പറയും. അവൻ ഇത് കണ്ടിട്ട് പറയും, പഠിച്ചവനെ ഞാനവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്റെ തിന്മകളാണ് ഈ കാണുന്നത് മുഴുവനും. ഈ മല പോലെ കാണുന്ന ഫയലുകൾ ഇത് മുഴുവനും ത്രാസിന്റെ തട്ടിൽ വെച്ചിട്ട് തൂക്കുമ്പോ ഞാനവിടെ പോയിട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് മനോട് പറയപ്പെടും, നീ അങ്ങോട്ട് പോ, നിനക്കൊരു തിന്മയും കൂടുതൽ വരികയില്ല, നിനക്കൊരു നഷ്ടവും വരികയില്ല. നീ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കപ്പെടുകയില്ല, പോകാൻ പറയും. അങ്ങനെ നിവൃത്തിയില്ലാതെ ആ മനുഷ്യൻ മനസ്സില്ലാതെ മീസാനിന്റെ അടുക്കലേക്ക് പോകും. കൊണ്ടുവന്ന് വെക്കപ്പെടും. അവന്റെ ഫയലുകൾ മുഴുവൻ തിന്മകൾ എഴുതിയത് ഇങ്ങനെ മല പോലെ ത്രാസിന്റെ തട്ടിൽ വെക്കുമ്പോ തട്ട് താന്ന് അവിടെ തന്നെ ഇരിക്കും. പിന്നെ താഴാൻ ഇല്ലാതെ നന്മയുടെ തട്ട് അങ്ങ് മുകളിലേക്ക് പൊങ്ങിപ്പോകും, ഒരു ഭാരവും ഇല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കൽപ്പിക്കും, നിനക്ക് ഏതെങ്കിലും നന്മയുണ്ടോ എന്ന് നോക്കാൻ പറയും. ഒരു നന്മയും നോക്കുമ്പോൾ കാണുകയില്ല. അല്ലാഹു തആല പറയും, ഇല്ല, ഒരു ചെറിയ നന്മയുണ്ട്. അവന്റെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എഴുതപ്പെട്ട കടലാസ് കൊണ്ടുവരാൻ പറയും. ഒരു ചെറിയ കടലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാൻ മുഹമ്മദ് റസൂലുള്ളാഹി ഈ കലിമ എഴുതണമെങ്കിൽ എത്ര കടലാസ് വേണം? ആ കടലാസ് കൊണ്ടുവരാൻ പറയും. ആ കടലാസിനെ വെക്കാൻ പറയും. ഈ മനുഷ്യൻ പറയും, അല്ലാഹു തൂക്കണ്ട. പടച്ചവനോട് അങ്ങോട്ട് പറയും, ഈ മനുഷ്യൻ തൂക്കണ്ട, തൂക്കിയിട്ട് കാര്യമില്ല. കാരണം ഈ മല പോലെ ഇരിക്കുന്ന ഈ മുഴുവൻ തെറ്റുകൾ, തിന്മകളുടെ ത്രാസിന്റെ മറുതട്ടിൽ കൊണ്ടുവന്ന് ഈ ചെറിയ കഷ്ണം കടലാസ് എവിടെ തൂക്കാനാ, എന്ത് തൂക്കം കിട്ടാനാ? അതുകൊണ്ട് തൂക്കണ്ട പടച്ചവനെ, നീ എന്നെ ഉപദ്രവിച്ചു, ആക്രമിച്ചു എന്നൊന്നും ഞാൻ പറയുകയില്ല. നീ എന്നെ ആക്രമിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ ചെയ്തത് മുഴുവനുമാണ് ഈ കാണുന്നത് എന്ന് മനുഷ്യൻ പറയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു തആല മനുഷ്യനോട് പറയും, നോക്കാതിന്റെ കൂട്ടം. അവസാന മലക്കുകളോട് കൽപ്പിക്കും, ഈ കടലാസ് കഷ്ണം മറുതട്ടിൽ വെക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറുതട്ടിൽ വെക്കുമ്പോൾ ഈ മറുതട്ടിന് ഭാരം കൂടി ഈ മല പോലെ മറുതട്ടിൽ ഇരുന്ന ഇപ്പുറത്തെ തട്ടിലിരുന്ന മുഴുവൻ തിന്മകളും പറന്നു പോകും. ഈ ഫയലുകൾ മുഴുവനും പറന്നു പോകുന്നു, ഒന്നും കാണില്ല. പാഠം എന്താ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ നാമമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ യസിനു മഅല്ലാഹി ശൈഅൻ. അല്ലാഹുവിന്റെ ഇസ്മിനോടൊപ്പം ഒന്നും പാഠം പോകുകയില്ല. അപ്പൊ ഇവൻ ചെയ്ത ഈ നന്മയുടെ പേരിൽ അവനക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ത്രാസിന്റെ തൂക്കം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അത് നമ്മളോട് പറഞ്ഞ് ത്രാസിനെ, തൂക്കത്തെ നിഷേധിക്കുന്ന ആളുകളോട് മറുപടി പറയും. ഇന്ന് നമ്മളുടെ മുമ്പിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എല്ലാ സാധനങ്ങളും തൂക്കി വെയിറ്റെടുത്ത് കാണുന്നവരാണ് ഇന്ന്. ഖുർആനിലും അല്ലാഹു തആല മുമ്പ് പറഞ്ഞത് മനസ്സിലാകാത്ത ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആളുകളൊക്കെ ഇന്ന് സമ്മതിക്കുകയാണ്. സ്വയം അവർ എല്ലാത്തിനും തൂക്കമല്ലേ. സംസാരിച്ച സംസാരത്തിന്റെ വെയിറ്റെടുക്കുന്നു, ഇടിച്ച ഇടിയുടെ വെയിറ്റെടുക്കുന്നു, അടിച്ച അടിയുടെ വെയിറ്റെടുക്കുന്നു, ഒരു കാറ്റടിച്ചാൽ കാറ്റിന്റെ വേഗത അളക്കുന്നു. ഇന്നെന്താ അളക്കാൻ പാടില്ലാത്തത്? അളവും തൂക്കവും ഇല്ലാത്ത ഒന്നുമില്ലാത്ത കാലമായി. എല്ലാം അളക്കുകയും തൂക്കുകയും ചെയ്യാം. അതുകൊണ്ട് മുഴുവൻ വസ്തുക്കളെയും അളക്കുകയും തൂക്കുകയും ചെയ്യുന്ന കാലമായപ്പോ നമുക്കിത് വലിയ അത്ഭുതമുണ്ട്. അതുപോലെ അല്ലാഹു തആല ഇത് മുഴുവനും എങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടുവരും? നമുക്കത് സംശയമായിരുന്നു ഒരു കാലത്ത് എങ്ങനെ വരുമെന്ന്. പക്ഷെ ഇന്ന് നമുക്ക് സംശയമില്ല. അതിനുവേണ്ടി വലിയ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഒരു ചെറിയ ചിപ്പ് മതി, ഒരു ചെറിയ ചിപ്പ് മതി ഇന്ന് വർഷങ്ങളോളമുള്ള നമ്മളുടെ മുഴുവൻ കാര്യങ്ങളും ചേർത്ത് വെക്കാൻ. പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇപ്പൊ എല്ലാം ഫയലുകളൊക്കെ മാറ്റിയില്ലേ, എല്ലാം മാറ്റി കമ്പ്യൂട്ടറാക്കി. ചെറിയ ഒരു ചിപ്പില് കമ്പ്യൂട്ടറിൽ എത്രയോ വർഷങ്ങളുടെ കണക്കാണ്.
മനുഷ്യർക്ക് ചെറിയ ബുദ്ധി കൊടുത്ത ഈ മനുഷ്യൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ചതൊക്കെ ചെയ്യാമെങ്കിൽ ഈ ബുദ്ധി കൊടുത്ത അള്ളാഹു പറ്റൂലേ? അല്ലതീ ഖലഖക്കും അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലക്കും അസ്-സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയും ഞാനല്ലേ തന്നത്? ഒന്നുമില്ലാതെയല്ലേ വന്നത്? ഉമ്മായുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് ചുക്ക അറിയാമായിരുന്നത്? ഒന്നും അറിയാതെ വന്നതല്ലേ? എന്നിട്ട് നിങ്ങൾ പിന്നെ എവിടെ എത്തി? ഇതെല്ലാം ചെയ്യാനുള്ള ചെറിയ ബുദ്ധി നിങ്ങൾക്ക് തന്നെ എനിക്ക് ഞാൻ പഠനം അള്ളാഹു തആല ചോദിക്കും, എനിക്കെന്താ അറിഞ്ഞുകൊള്ളിയുന്നു എന്ന് നിങ്ങൾ എന്തിനാ പഠനാക്കുന്നത്? ഒന്നും അറിയാത്തവനാക്കുന്നു. നിങ്ങളുടെ അറിവിന്റെ പരിധി പോലും നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്റെ അറിവിന്റെ പരിധി നിങ്ങൾ എന്തിനാ നിശ്ചയിക്കുന്നത്? അല്ലാഹുവിന്റെ ഇൽമ് എത്ര വിശാലമാണ്. നമ്മുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ ഒരു വാഴ നട്ടു വളർത്തി വലുതാക്കി കൊലക്കാറായി. വാഴ കൊലച്ചു നിൽക്കുമ്പോൾ നമ്മളോട് ഇത്രയും കാലവും വളർത്തി രാവിലെയും വൈകുന്നേരവും കണ്ട് 24 മണിക്കൂർ നോക്കി വളർത്തി ഓരോ ദിവസവും അതിന്റെ വളർച്ച പരിശോധിച്ച് ഫലം മൊത്തോ വിളഞ്ഞോ വെട്ടാറായോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആളോട് ആ കൊലയിൽ എത്ര കായെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും? അറിഞ്ഞുകൂടാ. പോട്ടെ, ആ വാഴയിൽ എത്ര ഇലയുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, അറിയില്ല. സ്വന്തം വീട്ടിൽ ഇത്രയും കാലവും അവർ സ്വന്തം നട്ട് നനച്ച് വളർത്തിയ ഇല വാഴ 10,000 കണക്കിലൊന്നുമില്ല. ഒരു വാഴയിൽ കൂടി വന്ന 10-15 ഇല കാണും, അതിൽ കൂടുതലൊന്നും കാണില്ല. പക്ഷെ ഈ ഉടമസ്ഥർക്ക് ആ ഇല എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുകയില്ല. അല്ലാഹു മാ തസ്ഖുതു മിൻ ബറകത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അല്ലാഹു തആല പറയുന്നു, മാ തസ്ഖുതു മിൻ ബറകത്തിൻ ഇല്ലാ യഅലമുഹാ. കോടി മരങ്ങൾ നമ്മുടെ വീട്ടിന്റെ മുമ്പിലെ വാഴയുടെ ഇല എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. 10-15 ഇലയുള്ള ആ ഇലയെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹു പറയുന്നു, നിന്റെ വീട്ടിൽ നിൽക്കുന്ന മരമെന്ന് നോക്ക്. ഒരു പ്ലാവ് നിൽപ്പുണ്ട്, ഒരു ആനരി നിൽപ്പുണ്ട്, ഒരു പുളി നിൽപ്പുണ്ട് നിന്റെ പറമ്പിൽ. അതിൽ എത്ര ഇല കാണും? എത്ര കൊമ്പ് കാണും? എത്ര ഇല കാണും? അള്ളാഹു പറയുന്നു, അതിലുള്ള പച്ച ഇല എത്രയുണ്ട് എനിക്കറിയാം, പഴുത്തത് എത്രയുണ്ട് എനിക്കറിയാം, ഉണങ്ങിയത് എത്രയുണ്ട് എനിക്കറിയാം, എത്ര താഴെ വീണോന്ന് എനിക്കറിയാം. വീണത് ഉണങ്ങി വീണോ, പഴുത്ത് വീണോ, പച്ചക്ക് വീണോ, തളിരായി വീണോ, എല്ലാം എനിക്കറിയാം. ഇത് വീണതിന് ശേഷം എവിടെ പോയി, എങ്ങോട്ട് പോകുന്നു, കാറ്റടിച്ചു കൊണ്ടുപോയോ, ഏതെങ്കിലും മൃഗം തിന്നെങ്കിൽ ഏത് മൃഗമാണ് തിന്നത്, അതെവിടെ പോയി കാറ്റിച്ചു, ഇതെനിക്കറിയാം. ഇത്ര വിശാലമായ അറിവാണ് അല്ലാഹുവിന്റെ അറിവ്. അത് നീ എന്തിനാ പരിധി ചെയ്യാൻ പോകുന്നത്? ഒരു മരത്തിന്റെ കാര്യമല്ല, ലോകം മുഴുവനുമുള്ള കാടുകളിൽ മുഴുവനും നാടുകളിലും നിൽക്കുന്ന മുഴുവൻ മരങ്ങൾ, കോടി ഇലകളുള്ള മരങ്ങൾ, അതിന്റെ ഒറ്റ ഇല പോലും ഞാൻ അറിയാതെ വീഴുകയില്ല. അള്ളാഹുവിന്റെ ഇത്ര വിശാലമായ ഇൽമിന് നീ എന്തിന് പരിധിയിടുന്നു? അങ്ങനത്തെ അല്ലാഹു തആല നിന്നെ പഠിച്ച് നിനക്ക് തന്ന ചെറിയ ബുദ്ധി ഉപയോഗിച്ച് നീ ഇതെല്ലാം ചെയ്തു കൂട്ടാമെങ്കിൽ എനിക്കൊരു ചിപ്പിന്റെ പോലും ആവശ്യമില്ല നിന്റെ മുഴുവൻ അമലുകളും ഭേദപ്പെടുത്തി വെക്കാൻ. അത് മാത്രമല്ല, അമലുകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അവൻ കള്ളു കുളിച്ചു, അവൻ പെണ്ണു കുളിച്ചു, അവൻ പാപം ചെയ്തു, ഇവനെ ആക്രമിച്ചു, നല്ല മലക്കുകൾ എണ്ണി വെക്കുന്നത് നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ ഇവനെ അവൻ ചെയ്ത മുഴുവൻ കാര്യങ്ങളും ലൈവായി വീഡിയോ കാണിക്കും. അല്ലാതെ എടുത്തൊന്നുമല്ല. ഈ ഇരിക്കുന്ന നമ്മൾ ഈ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ചെവി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു. ഇരിക്കുന്ന മജ്‌ലിസിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച് എഴുന്നേറ്റു, ഈ അനക്കവും കാണും. ഓരോരുത്തരും ചെയ്തത് മുഴുവനും നേരെ അങ്ങനെ തന്നെ ലൈവായിട്ട് കാണുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അങ്ങനെ തന്നെ അല്ലാഹു തആല കാണിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിന്നും രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട. അതാ പറയുന്നത്, എന്തൊരു കിതാബാണ് ഇത്, ഇങ്ങനെയും രേഖപ്പെടുത്തുന്നുണ്ടോ? അർത്ഥം, ഞങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ലല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇതാണോ സംഭവം? അല്ലാഹു തആല ഇങ്ങനെയും ചെയ്തു വെച്ചേക്കുന്നത്.
ചെയ്തിരുന്നു, ഇത്രയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. ഇത് എന്തൊരു ചിപ്പായത്, ചിപ്പത് ഇപ്പൊ പറയണത് അതിന് കുറച്ച് വർഷം കൂടെ കഴിയേണ്ട പേര് മാറും. പിന്നെ ഇതൊന്നും കാണൂല, ഈ ചിപ്പും കാണൂല. ഇന്ന് കാണുന്ന ചിപ്പിന്റെയും ആവശ്യം ഉണ്ടാവുകയില്ല. ഇല്ലാതെ തന്നെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്താനുള്ള വഴി വരും. അപ്പൊ മനസ്സിലാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്ന്. വനദഉൽ മവാസിനൽ ഖിസ്ത فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. അതിനെ സമർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹീഹായ ഹദീസും അദ്ദേഹം പറഞ്ഞ അവസാനം എന്താ, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല അവന്റെ ഓരോ വാക്കുകളും അതിന് തൂക്കമെടുക്കപ്പെടും. അതിനെക്കുറിച്ച് പറയുന്നു കലിമത്താൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വചനം കലിമത്താൻ ഹബീബതാനി ഇലർ റഹ്മാൻ. രണ്ട് ചെറിയ വചനങ്ങൾ, രണ്ട് വാക്കുകൾ. കലിമത്താൻ ഹബീബതാനി ഇലർ റഹ്മാൻ. കാരുണ്യവാനായ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ് ഇത് രണ്ടും. അല്ലാഹുവിന് പ്രിയങ്കരമായ ഒരു അമൽ ചിലപ്പിച്ച് കടുപ്പമുള്ളതൊക്കെ ആയിരിക്കും. വലിയ വലിയ അമലുകൾ ചെയ്താലാണ് അല്ലാഹുവിന്റെ പ്രിയം നേടാൻ സാധിക്കുക. യുദ്ധത്തിൽ പോയി യുദ്ധം ചെയ്ത ശത്രുക്കളുമായി ഏറ്റുമുട്ടി തന്റെ ജീവൻ അർപ്പണം ചെയ്യുന്ന ആളുകളെ കുറിച്ച് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് കരഞ്ഞ് നമസ്കരിച്ച് അല്ലാഹുവിൽ ദുആ ചെയ്യുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീർഘനേരം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് കഴിഞ്ഞു കൂടിയ വിവാദത്തിൽ അവന്റെ സമയം കഴിച്ചുകൂട്ടി രാത്രി മുഴുവൻ ഹയാത്താക്കുന്നവരെ അല്ലാഹു ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമെന്ന് പറഞ്ഞെടുത്തെല്ലാം വലിയ വലിയ അമലുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും പറഞ്ഞു രണ്ട് കലിമത്ത് അല്ലാഹു വലിയ ഇഷ്ടമാണെന്ന്. അപ്പൊ എത്ര വലിയ വചനമായിരിക്കും. ഈ കിതാബ് മുഴുവനും വായിക്കുന്നത് പോലെ മനഃപ്പാഠമാക്കി പറയണമെന്ന് തോന്നും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖഫീഫതാനി അലൽ ലിസാൻ. പേടിക്കേണ്ട, അല്ലാഹുവിന്റെ പ്രിയം നേടാൻ രണ്ടേ രണ്ട് വചനങ്ങൾ. അത് നാവിൽ ഉച്ചരിക്കാൻ വളരെ ലളിതമാണ്. ഒരു ഭാരവുമില്ല നാവിന്, പറയാൻ പ്രയാസമില്ല, ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് വരികയില്ല, മനഃപ്പാഠമാക്കാൻ പ്രയാസമില്ല, ഒന്നിനും ഒരു കുഴപ്പമില്ല. നാവിൽ വളരെ ലളിതമായ നിലയിൽ ഉച്ചരിക്കാൻ പറ്റുന്ന രണ്ട് വചനങ്ങൾ. എന്നാൽ നാവിൽ വലിയ ഭാരം കുറഞ്ഞ ലളിതമാണ്. അതുകൊണ്ട് ഇത് തീരെ അങ്ങ് ചെറുതായി പോകുമോ? അവസാനത്തെ വാക്യം ബുഖാരി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇത് മീസാനിൽ തൂക്കുമ്പോൾ അറിയാം ഇതിന്റെ ഭാരം. മീസാനിൽ വലിയ ഭാരമുള്ളതാണ്. നിങ്ങൾ ചെയ്ത മുഴുവൻ തെറ്റുകളെയും ചിലപ്പോൾ നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ പൊറുപ്പിക്കാൻ, ഇല്ലാതാക്കാൻ പാകത്തിന് പ്രയോജനമുള്ളതാണ്. മീസാനിൽ വലിയ ഭാരം തൂക്കും. മീസാനിൽ ഭാരം തൂക്കണം. എന്ത് ചെയ്യണം? മീസാനിൽ തൂക്കണം. ഈ അമലുകൾ എന്താ അമല്? വാക്ക്, വചനം, പ്രവൃത്തിയല്ല, വചനം തന്നെ തൂക്കുന്നു, സംസാരവും തൂക്കും. പ്രവൃത്തി മാത്രമല്ല സംസാരവും തൂക്കും. ഈ വചനങ്ങൾ തൂക്കുന്നു. മീസാനിൽ വലിയ ഭാരമുള്ളതായിരിക്കും. ചെറിയ വചനം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അല്ലാഹുവിന്റെ മഹത്വത്തെ ഏറ്റുപറയുകയും അല്ലാഹുവിന്റെ പ്രതാപത്തെ സമ്മതിക്കുകയും ഇതിന്റെ എല്ലാത്തിന്റെയും പേരിൽ അല്ലാഹുവിന്റെ സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്യുന്ന, എല്ലാം അർപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊണ്ട ഈ വചനം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. പറയുന്നതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഈ വചനങ്ങളെ കുറിച്ചും അതിന്റെ മഹത്വങ്ങളും ഒന്നും വിശദീകരിക്കാനുള്ള സന്ദർഭമല്ല, സമയമല്ല. എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് പതുക്കെ അടങ്ങി നോക്കുക, തീർന്നു, എണീക്കാറായോ, ഇപ്പൊ തന്നെ ഇത് നിൽക്കുമെന്ന്. അതുകൊണ്ട് ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ ഈ അനക്കം എഴുന്നേറ്ററായിട്ട് മാറുക, തിരിഞ്ഞു പോകും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പാരിജീയങ്ങളായ സനദുവാക്കി പോകുന്ന സഹീഹുൽ ബുഖാരി പൂർത്തിയാക്കി ഇന്ന് അവസാനത്തെ പാഠം ഓതിയ ഈ സ്നേഹിതന്മാരോട്, താല്പര്യങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഈ ജീവിതം പരിശുദ്ധമായിരിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തി അവസാനം നിർത്തിയതുപോലെ നമ്മളും അവസാനം വരെ പരിശുദ്ധരായിരിക്കണം. നമ്മളുടെ ജീവിതം എല്ലാ നിലയിലും നന്മകൾ നിറഞ്ഞത്, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതാകണം. കുറെ ആലിമീങ്ങളുടെ ആവശ്യം ഇന്ന് ലോകത്തിൽ ഇഷ്ടംപോലെ ആലിമീങ്ങളുണ്ട്.
പ്രയോജനമുള്ള ആലിമീങ്ങളെയാണ്. എന്താ ആലിമീങ്ങളെ കൊണ്ടുള്ള പ്രയോജനം? ലോകത്തിന് മുഴുവനും നേരായ വഴി, ദീനിന്റെ തനതായ രൂപം ആളുകളുടെ മുമ്പിൽ കാഴ്ചവെക്കുക. ഇന്ന് ദീനുണ്ട്, പക്ഷെ വികൃതമായ ദീനാണ്. എല്ലാ സ്ഥലത്തും വികൃതമായ ദീനാണ്. ദീനുണ്ടെന്ന് പറയുന്ന ആളുകളും ദീനിന്റെ വിഷയത്തിൽ പലതരത്തിലുള്ള വികൃതങ്ങളുള്ളവരാണ്. ദീനിന്റെ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളിലും അല്പം മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തുന്നതിൽ ഒരു മടിയുമില്ലാത്തവരാണ്. വേറെ ഒരു കാര്യവും മാറ്റില്ല. ഫോണിൽ വെച്ചേക്കുന്ന, മൊബൈലിൽ വെച്ചേക്കുന്ന ഒരു ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനല്പം വ്യത്യാസം വരുത്തിയ, എന്തെങ്കിലും ഫോണിൽ വെച്ചിരിക്കുന്ന ഒരു ലോക്ക് ആരെങ്കിലും ഒന്ന് മാറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അത് തകരാറ് വരുത്തിയ ആകാശം വെട്ടി വീഴുന്ന സൈസ് വഴക്കുണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷെ ദീനിന്റെ വിഷയം വരുമ്പോൾ ഏത് കാര്യം എങ്ങോട്ട് മാറ്റുന്നതിനും ഒരു മടിയുമില്ല. നിസ്കാരം തന്നെ വേണമെങ്കിൽ സമയം മാറ്റിക്കളയും. അതിന്മേൽ ആലോചിച്ചുകൊണ്ടിരിക്കുക. സുബഹിക്കൊക്കെ നിസ്കരിക്കാൻ വലിയ പാടെ തണുപ്പ് സമയത്തൊക്കെ താമസിച്ചിട്ടാക്കിയാൽ കൊള്ളാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലമായി. എന്ത് മാറ്റം വരുന്നു? അതുകൊണ്ട് ദീൻ തനതായ രൂപത്തിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഇന്നത്തെ ഉലമാക്കളുടെ ബാധ്യതയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ലോകത്ത് മുഴുവനും ദീനിന്റെ എതിരിൽ ഫസാദുകൾ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഈമാനും തൗഹീദും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്. ഈമാനും തൗഹീദിനെതിരിൽ ആഞ്ഞടിക്കുന്ന മലയാളത്തിന്റെ കാറ്റുകൾക്ക് മുമ്പിൽ പന പോലെ, മാറ് പോലെ ഉറച്ചു നിൽക്കണം. ഒരു ചലനവും ഉണ്ടാകരുത്. ആ നിലയിൽ ആളുകളെടുത്ത് പറഞ്ഞു കൊടുക്കാൻ മടി വേണോ? ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നെല്ലാം കിതാബും തൗഹീദിലെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കി ജനങ്ങൾക്ക് ഈമാനിൽ ഉറപ്പിച്ചു നിർത്താൻ, നേരായ വഴി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് നിങ്ങൾ ഉപദേശിക്കുക. അതേ എനിക്ക് നിങ്ങളോട് പറയാറുള്ളൂ. ഇന്നത്തെ കാത്തു സൂക്ഷിക്കുക, ദീനിൽ ഉറച്ചു നിൽക്കുക, നേരായ ദീനിലേക്ക് ആളുകളെ എല്ലാവരെയും എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള പരിശ്രമം ജീവിതത്തിന്റെ ത്യാഗമാക്കി, ജീവിതത്തിന്റെ വഴിയാക്കി കണ്ടെത്തുക. ബാക്കിയെല്ലാം അല്ലാഹുവിലേക്ക് എത്തിക്കുക. ബാക്കി കാര്യം അല്ലാഹു നോക്കിക്കോളൂ. ആഖിറത്തിന് വേണ്ടിയാകുന്ന അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ അല്ലാഹുവിന് വേണ്ടിയാകണം, ദീനിന് വേണ്ടിയാകണം. ബാക്കി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കരുത്. അല്ലാഹു തആല ശ്രദ്ധിക്കോളും. അത് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി ചിന്തയെ മുഴുവനും ആഖിറത്തിന് വേണ്ടി ആക്കണം. ആഖിറത്തിന് വേണ്ടിയുള്ള ചിന്തയാക്കി മാറ്റി ജീവിക്കുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും മദ്രസയിൽ നിന്ന്, സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചുപോയ മുഴുവൻ ആലിമീങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ ആലിമീങ്ങൾക്കും അല്ലാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി എല്ലാ ദീനിന്റെ സ്ഥാപനങ്ങളിൽ നിന്നും വളർന്നു വരുന്ന ആലിമീങ്ങൾ, പാഴുകാവുന്ന ആലിമീങ്ങൾ, ഇവരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുകയും നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ദീനിന്റെ യഥാർത്ഥ കാവൽ കോട്ടകളായി അല്ലാഹു തആല അംഗീകരിക്കുകയും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കാലോചിതമായി അല്ലാഹു തആല പൂർത്തിയാക്കി തന്ന് എല്ലാ കുറവുകളെയും പരിഹരിച്ച് ഖൈറിന്റെ അഹ്ലുകാരെ ഇവരെല്ലാം ചേർത്ത് തന്ന് ഈ സ്ഥാപനങ്ങളെ അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലിൽ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അല്ലാഹു തആല ഉയർത്തി ഇതിന്റെ പിന്നിൽ പരിശ്രമിക്കുന്ന, സഹായിക്കുന്ന, ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന, ഇതിനുവേണ്ടി പണിയെടുക്കുന്ന, ആലിമീങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഉസ്താദന്മാർ, ഖാദിമീങ്ങൾ, സേവകന്മാർ എല്ലാവരെയും അല്ലാഹു തആല ഉയർന്ന നിലയിൽ കബൂലാക്കുകയും അവർക്കെല്ലാം അല്ലാഹു തആല ആഫിയത്തോടെ, സിഹത്തോടെയുള്ള ദീർഘായുസ്സ് നൽകി അവരെല്ലാം അല്ലാഹു തആല സഹായിക്കുകയും അവർക്ക് നൽകിയിരിക്കുന്ന മുഴുവൻ കഴിവുകളിലും സമ്പത്ത് സന്താനങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് എല്ലാവർക്കും എല്ലാ ഖൈറുകളും അനുഗ്രഹിക്കുമാറാകട്ടെ.